അച്ഛമ്മേ രാവിലെ നമുക്കേ ബംഗാളിലെ ഒരു വനത്തിലൂടെ പോയാലോ ഒന്ന്? ഒരു സഫാരിക്ക് പോയാലോ? ബംഗാളിലെ വനമൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. കുതിരയാണോ ആനയാണോ? സഫാരി ഒന്നുമല്ല, ജിപ്സിയില്ല സഫാരിക്ക് വന്നേ, വണ്ടിയല്ല വന്നേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാരവൻ ഫാമിലി ട്രിപ്പായ സിക്കിം മേഘാലയത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ഹസിമാര എന്ന സ്ഥലത്താണ്. വെസ്റ്റ് ബംഗാളിലെ ഹസിമാരയിൽ ജൽദാപാര നാഷണൽ പാർക്കിൻ്റെ അടുത്താണ് നമ്മൾ. അതെ. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകുന്നേരം വന്നിട്ട് ഈ നദിയുടെ തീരത്താണ് വണ്ടിയൊക്കെ ഒതുക്കി കിടന്നത്. അപ്പോൾ രാവിലെ 5:30 നമുക്ക് സഫാരിക്ക് പോകേണ്ടത്. അപ്പോൾ 4:30 ആയപ്പോൾ തന്നെ എല്ലാവരും എണീറ്റു. ഞങ്ങളൊക്കെ റെഡിയായി. ഇപ്പോൾ 1-2 പേരോട് റെഡിയാകുന്നുണ്ട്. അവർ റെഡിയാവുന്നു. പുത്തൻ ട്രാവലറിന്റെ സിക്കിം മേഘാലയ യാത്രയിലെ ജൽദാപാര നാഷണൽ പാർക്കിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു വെളുപ്പിനെയൊക്കെ. അപ്പം രാവിലെ ആയിട്ടും സൂര്യൻ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സഫാരിക്കുള്ള ആളുകളാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ നമുക്ക് പോവാം സഫാരിക്ക്. ഒരു വണ്ടിയിൽ 6 പേര് വെച്ചാണ് പോകുന്നത്. അപ്പം നമ്മുടെ കൂടെ ഗൈഡും ഉണ്ട്. അപ്പം ഗൈഡ് ചാർജും ഉണ്ട്, വെഹിക്കിൾ ചാർജും ഉണ്ട്. വെഹിക്കിൾ ചാർജ് 1500 രൂപ, 350 രൂപ ഗൈഡ് ചാർജാണ്. അങ്ങനെ ടോട്ടൽ 1850 രൂപ 6 പേർക്ക്. 6 പേർക്ക്. എല്ലാം ജിപ്സി കേട്ടോ, ജിപ്സി മാത്രമേ ഉള്ളൂ. മെയിൻ റോഡൊക്കെ വിട്ട് നമ്മൾ സഫാരി റൂട്ടിലോട്ട് കയറി. ഇതാണ് ടൊർസ റിവർ. ഈ ടൊർസ റിവർ ഈ ജൽദാപാര നാഷണൽ പാർക്കിൻ്റെ അകത്തോടെ ഒഴുകുന്ന. ഇത് ഇവിടുന്ന് ചൈനയിൽ ഉദ്ഭവിക്കുന്ന, എന്നിട്ട് ചൈന, ഭൂട്ടാൻ, ഇന്ത്യ വഴി ബംഗ്ലാദേശിൽ ചെന്ന് ബ്രഹ്മപുത്ര ആയിട്ട് ചേർന്നിട്ട് നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് ചേരും ഈ നദി. ഇത് റെയിൽവേ ലൈനാണ്. സൈഡിൽ കൂടെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യം. ഒരാളതേ വെള്ളം കൊണ്ട് പോകുന്നു. ആനെ കണ്ടില്ലേലും ആനപ്പിണ്ടം കണ്ടു. ഇത് ഫോറസ്റ്റുകാർ താമസിക്കുന്ന ബിൽഡിംഗ് ഇത്. ഗൈഡ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരുന്നോണമെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കണം മൃഗങ്ങളെയൊക്കെ. ആരും ഉള്ള ലക്ഷണമില്ല, ആരെയും കാണുന്നില്ല. മൃഗങ്ങളെ കാണുന്നത് ഭാഗ്യം പോലിരിക്കും. ഒന്നാമതെ ഇപ്പം മഴയും കൂടെ ആയതേ മൃഗങ്ങളൊക്കെ ഉള്ളിലായിരിക്കും. വലിയ മരങ്ങളാണ്, ശബരിമല വനത്തിൽ നിൽക്കുന്ന പോലത്തെ മരങ്ങളാണ്. വെസ്റ്റ് ബംഗാളിലെ അലിപൂർദ്വാർ ജില്ലയിലാണ് ഈ ജൽദാപാര നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ജൽദാപാര നാഷണൽ പാർക്ക് 1941 ഒരു വന്യജീവി സങ്കേതമായും പിന്നീട് 2012 ഇതൊരു ദേശീയോദ്യാനമായും പ്രഖ്യാപിക്കപ്പെട്ടു. ഈ വനത്തിലെ പ്രധാന ആകർഷണം ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഈ കാണ്ടാമൃഗങ്ങളുള്ളത് നമ്മുടെ കാസിരംഗ നാഷണൽ പാർക്കിലാണ്, ആസാമിലെ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണ്ടാമൃഗങ്ങളുള്ള ഇവിടെ ഈ ജൽദാപാര നാഷണൽ പാർക്കിൽ. ഇവിടെ 330ഓളം കാണ്ടാമൃഗങ്ങളുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കാണും, നോക്കിയിരിക്കും. ഒരു വാക്കൂടെ പറഞ്ഞായിരുന്നു, നമുക്ക് ലക്കുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അതെവിടെ പോയാലും അങ്ങനെ തന്നെയാ. അങ്ങനെയൊക്കെ ഉണ്ട്, നോക്കിക്കോ. ഇവിടെ 2 സൈഡും വെള്ളമാണ്. താൽക്കാലികമായിട്ട് നിർമ്മിച്ച കല്ലൊക്കെ ഇട്ടിട്ട് വഴി ഉണ്ടാക്കിയേക്കുന്നത്. മണൽ നിറച്ച് ആക്കൊക്കെ സൈഡിൽ. കറക്റ്റ് ഒരു വണ്ടി വരാനുള്ള വീതിയുള്ളൂ. ആനയുടെ കാൽപ്പാടുണ്ട് കേട്ടോ, അതുകൊണ്ടോ? ആ അതെ, ആന നടന്നു പോയതിന്റെ കാൽപ്പാട്. ആന ഉണ്ടായിരുന്നു. ഉണ്ടോ? കാൽപ്പാടും ആനപ്പിണ്ടവും കണ്ടു. ഈ വനത്തിൽ ഇഷ്ടംപോലെ ആനകളുണ്ട്, പിന്നെ കാണ്ടാമൃഗമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മാനുണ്ട്, പിന്നെ ഇഷ്ടംപോലെ കാട്ടുപോത്തുണ്ട്. പുള്ളിപ്പുലിയൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ വളരെ റെയറായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഇവർ തന്നെ കാണാറുള്ളൂ എന്ന് പറഞ്ഞു. സഫാരിക്ക് മെയിനായിട്ടും 2 റൂട്ടുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്നത് 2ാമത്തെ റൂട്ടാണ്. ആദ്യത്തെ റൂട്ടിലായിരുന്നു മെയിനായിട്ടുള്ള ഗ്രാസ് ലാൻഡുകളും ഇഷ്ടംപോലെ പുൽമേടുകളും മൃഗങ്ങളെ കൂടുതൽ കാണാൻ സാധ്യതയുണ്ടായിരുന്നത്. അപ്പം ഇവിടെ അങ്ങനെ ഗ്രാസ് ലാൻഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് സൈഡിൽ ഇരുന്നിട്ട് മൃഗങ്ങളെ നോക്കിയിരുന്ന് കണ്ടാലേ ഉള്ളൂ. ആദ്യത്തെ സ്ലോട്ടിൽ ടിക്കറ്റ് തീർന്നു പോയായിരുന്നു, അതുകൊണ്ട് നമുക്ക് 2ാമത്തെ സ്ലോട്ടിലാണ് കിട്ടിയത്. ഇപ്പം ഈ 2ാമത്തെ റൂട്ടിൻ്റെ ആദ്യത്തെ സ്ലോട്ടിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷെ ആദ്യത്തെ റൂട്ട് നമുക്ക് കിട്ടിയില്ല. അവിടെ ആയിരുന്നു മൃഗങ്ങളെ കാണാൻ കൂടുതൽ സാധ്യതയുള്ളത്. അവിടെ ഈ രാവിലെ സമയം ആയതുകൊണ്ട് പുൽമേടുകളിലൊക്കെ മൃഗങ്ങൾ കൂടുതൽ കണ്ടായിരുന്നു. ഇവിടെ പുൽമേടുകളില്ലല്ലോ ഈ റൂട്ടിൽ. അപ്പോൾ ഈ റോഡ് ഇവിടെ ഒരു ട്രൈബൽ വില്ലേജിലേക്ക് പോകുന്നതാണ്. അവിടെ ഇന്ത്യയിൽ മൊത്തം 1000-1500 പേരേ ഉള്ളൂ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ടോട്ടോ എന്നാണ് പറയുന്നത്. ടോട്ടോ വില്ലേജ് എന്നും വില്ലേജിൻ്റെ പേര്.
ടോട്ടോ എന്ന വിഭാഗത്തിന് പറയുന്ന പേര്. അത് ചിലപ്പോൾ ടോട്ടോ എന്നുള്ള വാക്ക് ചിലപ്പം ബംഗാളി ഭാഷയിലായിരിക്കും. വില്ലേജിൻ്റെ പേര് ടോട്ടോപ്പാറ എന്നാണ് വില്ലേജിൻ്റെ പേര്. അത് ശരിക്കും ഭൂട്ടാൻ ബോർഡറാണ്. അവിടെ നടന്ന് ഭൂട്ടാനിലേക്ക് കയറാം, അത്ര ദൂരമേ ഉള്ളൂ. അവരുടെ ഭാഷയും സംസ്കാരവും ഭക്ഷണ രീതിയും എല്ലാം വ്യത്യാസമാണ്. ഇവിടെ മൃഗങ്ങളെ കണ്ടില്ലേലും ഈ വനത്തിനകത്തൂടെയുള്ള ഒരു യാത്ര ഇതൊരു നല്ലൊരു രസമുണ്ട്. അതെ അതെ. എന്നാ കറുത്ത മണ്ണാന്നുണ്ടോ? ഇതും ഫോറസ്റ്റിൻ്റെ ഒരു വാച്ച് ടവറാണ്. ആരും ഇല്ലെന്ന് തോന്നുന്നു. നാളെ ഉണ്ടെന്ന് തോന്നുന്നു തുറന്നിട്ടേക്ക്. ഇവിടുത്തെ സീസൺ ടൈം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളാണ്. ഗവി പോലെ തന്നെ അതുപോലെ വലിയ വനമാണ്. നമ്മുടെ നാട്ടിലെ വനത്തിൽ കൂടെ പോകുന്ന പോലെ തന്നെ ഒരു ഫീല്. ഇവിടെ വരെ ഉള്ളു. ഇവിടെ തിരിക്കാണ്. ഇത് ഫോറസ്റ്റുകാരുടെ ഗസ്റ്റ് ഹൗസാണ്. ഫോറസ്റ്റിനുള്ള ഗസ്റ്റ് ഹൗസ്. ഇപ്പം പബ്ലിക്കിന് കൊടുക്കുന്നില്ല, ഫോറസ്റ്റുകാർക്ക് മാത്രം. ഇവിടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. ഇവിടെ വന്ന് താമസിച്ച മൃഗങ്ങളെ കാണായിരുന്നു. ആ മരത്തിലത് ഒരു മയിലിരിക്കുന്നത് മയിലുണ്ടോ? അകലെ ക്യാമറയിൽ അത്ര കാണത്തില്ല. ആരെയും കണ്ടില്ലെന്ന് വേണ്ട. മയിലിനെ കണ്ടു, കാട്ടുകോഴി കാറുന്നേ കേട്ടു, കിളികൾ ചിലയ്ക്കുന്നേ കേട്ടു. ആനയോ? ആന കൂവല, ആന അലറും. 3 കാട്ടുപന്നി ഇത് അങ്ങനെ നിപ്പുണ്ടായിരുന്നു. ചേട്ടായി ഏറ്റു വന്നപ്പോൾ തന്നെ അത് ഓടി ഇങ്ങോട്ട്. അതെ, കാട്ടുപന്നിയൊക്കെ പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നല്ലേ. അതെ, ക്യാമറമാൻ എപ്പോഴും റെഡി ആയിട്ട് നിൽക്കണ്ടേ? കാണുന്നതെല്ലാം ഉപ്പ് എടുക്കണ്ടേ? അല്ലെന്നേ, ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഞാൻ താന്നിരുന്ന ചപ്പാത്തി ഉണ്ടോ? ഭൂട്ടാനകത്തുനിന്ന് വരുന്ന നദിയാ ഇത്. മഴക്കാലമായി ഇതിനകത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. തിരിച്ച് നമ്മൾ വന്നത് ഹൈവേയിൽ കയറി. ആരെയും കാണാൻ പറ്റിയില്ല. ആരെയും കണ്ടില്ലെന്നല്ല, 3 പന്നീനെ കണ്ടു, മാനിനെ കണ്ടു, 2 മയിലിനെ കണ്ടു, പിന്നെ ഒരു പരുന്തിനെ കണ്ടു. ഉദ്ദേശിച്ച ആൾക്കാർ ഈ നിൽക്കുന്നവരെ ഒന്നും കാണാൻ പറ്റിയില്ല. അതെ അതെ. ഇപ്പോൾ സവാരിയൊക്കെ കഴിഞ്ഞ് രാവിലെ 5:30 പോയതാ. ഇപ്പം തന്നെ ഈ സമയം 7 മണിയായിരുന്നു. 7 മണി കഴിഞ്ഞു. ഇവിടെ ഈ ജംഗിൾ സവാരി മൊത്തം ജിപ്സിയാണ്. ജിപ്സി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മോഡലുള്ള വണ്ടിയാണ്. 2017 വണ്ടിയൊക്കെയാണ്. അതിൻ്റെ നല്ല വണ്ടിയാണ്. അത് യാത്ര നല്ല സുഖമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ജിപ്സി നിർത്തിയായിരുന്നില്ല, കമ്പനി നിർത്തിയായിരുന്നു. അതിന് ശേഷം ഫോറസ്റ്റിൽ നിന്ന് ഓർഡർ ഇട്ട് കുറേ വണ്ടികൾ അങ്ങനെ വന്നതാണ്. പ്രത്യേകം ജംഗിൾ സവാരിക്ക് വേണ്ടി വന്ന വണ്ടികളായത്. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി, 2017 വണ്ടി. അപ്പോൾ അധികം ഓടിയിട്ടില്ല. 57,000-60,000 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ള വണ്ടിയിൽ. അധികം ഇല്ലല്ലോ. ഡെയിലി 1 ട്രിപ്പ് 2 ട്രിപ്പൊക്കെ ഓടും. അത്ര. ഇതെല്ലാം പ്രൈവറ്റ് ആൾക്കാരുടെ വണ്ടിയാണ്, ഓരോ വ്യക്തികളുടെ വണ്ടിയാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, അത് ഇന്നിപ്പോൾ മഴ ഇതുപോലൊക്കെ ആയിട്ടല്ലേ. അല്ല, ഓരോരുത്തരുടെ സമയം പോലെ. അതെ, മൃഗങ്ങളെ കാണാതെ രീതിയിൽ ഇവിടെ കാണും. എന്നു വെച്ചാൽ ഇന്നലെ നമ്മൾ വന്നപ്പോൾ എത്ര കാട്ടുപോത്താ അവിടെ നിന്നിരുന്നത്. നമ്മൾ ഒന്നിച്ച് തന്നെ പോയിട്ട് 2 വണ്ടി ഒന്നിച്ച് പോയിട്ട് വന്നാലും നമ്മളെ ആ പന്നിയും കണ്ടുള്ളൂ, അവരെ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു ഭാഗ്യം പോലെ. അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ ചിലപ്പോൾ അവിടെ മൃഗങ്ങൾ കണ്ടു കാണാം. ആദ്യത്തെ പോകുന്ന ആ മെയിൻ റൂട്ടിൽ ചിലപ്പോൾ മൃഗങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. പുല്ലുമേടും ഒക്കെ ഉണ്ടെന്നാണ്. വണ്ടിയുടെ പുറയിലോട്ട് നോക്കി എത്ര കാട്ടുപന്നിയൊന്നുണ്ടോ. നല്ല ഡിസൈനുള്ള പന്നി. ഇത് അവിടെ വരെ പോകേണ്ട കാര്യമില്ലായിരുന്നു. ഈ അക്കരെ വനം തന്നെയാണ് കേട്ടോ. ഇതിന് അക്കരെ കാണുന്നത് ഇഷ്ടപ്പെട്ടോ? ഓടിയൊന്നും പോവല്ല. ഇപ്പം കാണാം. അവിടെ ഇങ്ങോട്ട് നോക്കിയേ. അമ്മയുടെ വലിപ്പം ഉണ്ടോ? അമ്മയും മക്കളും കൂടെ ആണല്ലോ. അമ്മയുടെ ഡിസൈൻ അല്ലല്ലോ മക്കൾക്ക്. അച്ഛൻ വന്നില്ല. അച്ഛൻ എന്നാണോ? അച്ഛൻ വന്നില്ല. അച്ഛൻ കിടന്ന് ഉറങ്ങുക. രാവിലെ ഏറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിലെത്തി ഓരോ കടുങ്കാപ്പിയൊക്കെ വെച്ച് കൊടുത്തു. ഇപ്പോൾ പതുക്കെ നമുക്ക് ഇച്ചിരി കപ്പ കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായി. നമുക്കതിലേക്ക് കുറച്ച് കടുകും അരിയും പിന്നെ കുറച്ച് വറ്റൽമുളകും ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്നല്ല നമ്മൾ വൈകുന്നേരം വേവിച്ച് വെച്ച കപ്പയായിരുന്നു. ഈ കടുക് പൊട്ടിച്ചെടുക്കുന്ന കപ്പയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പ ഇതേ റെഡിയായി. കപ്പ കഴിച്ചിട്ട് മതിയില്ല പഴയങ്കഞ്ഞി? മതി. അപ്പോൾ കപ്പയും നാടൻ ചിക്കൻ കറി, പഴയങ്കഞ്ഞി. വണ്ടിയിൽ ഞങ്ങൾ യാത്ര പോകുമ്പം ഞങ്ങളുടെ പിള്ളേർക്ക് യാതൊരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് കാരവനയിലും ലോറിയിലും പോകുമ്പം എന്ത് കൊടുത്താലും കഴിച്ചോളൂ. അല്ലേ താമി? കുറച്ച് കഞ്ഞി എതിർപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി വന്നു കഴിയുമ്പോൾ കഞ്ഞി മതി. ലോഹാപൂൾ ഡാർജിലിംഗ് ഷട്ടിൽ വണ്ടിയാണ്. ഈ ജൽദാപാറ നാഷണൽ പാർക്കിന്റെ എൻട്രൻസ് ഇതിലേ ആയിരിക്കും മിക്കവാറും. ഫസ്റ്റ് ഒരു സ്ലോട്ട് പോയില്ലേ, അത് മിക്കവാറും ഇതിലേ ആയിരിക്കും പോയത് ആയിരിക്കും തോന്നുന്നു.
ജൽദാപ്പാറ നാഷണൽ പാർക്ക്, ദ കിങ്ഡം ഓഫ് റൈനോ. ഒരു ട്രെയിലറെ വരുന്ന ലോഡ് കണ്ടോ, എന്നാ പൊക്ക വന്നു നോക്കി. കരിയാണെന്ന് തോന്നുന്നു, കരിയാ, മരക്കരിയാന്ന്. ആ ഫസ്റ്റ് സ്ലോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം മൃഗങ്ങളെ കണ്ടേനെ. അതെ അതെ, അത് കിട്ടിയില്ല, നമ്മൾ ഒത്തിരി പുറകിലായിപ്പോയി നമ്മള്. അപ്പം ഇവിടെ നമ്മള് പുറകിലായി പോയതല്ല, ക്യൂവിൽ ആപ്പാട് 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഫ്രണ്ട് നിൽക്കുന്നവരൊരു എന്താ പറയുക, ഒരു ട്രാവലറിനുള്ള ആളുണ്ടായിരുന്നു തോന്നുന്നു. അതെന്നറിയോ, ഓരോരുത്തരുടെ ക്യൂവിൽ ഉണ്ടാവുള്ളൂ. അവര് ചിലപ്പോ ഒത്തിരി പേര് കൂടി വന്നേക്കുന്നതായിരിക്കും. അപ്പൊ അത്രയും അങ്ങ് പോവല്ലേ, ഒരു വണ്ടിയിൽ 6 പേര് വെച്ച്. അപ്പൊ ആദ്യത്തെ എല്ലാം പോയി. ജയ്ഗാവോൺ സിലിഗുരി, ജയ്ഗാവോണും ഭൂട്ടാൻ ബോർഡർ അല്ലേ? ജയ്ഗാവ് ഭൂട്ടാൻ ബോർഡറാ. അതിലേം ഭൂട്ടാനിലേക്ക് കയറിപ്പോ. അതിലെ പുഞ്ചിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായില്ലേ ഭൂട്ടാനിലെ. ജയ്ഗാവ് ബംഗാളിലെ സ്ഥലവും. അതൊരു മെയിൻ ബോർഡറാ. പക്ഷെ അവിടെ നമ്മള് ഐ ഡി കാർഡ് വേണം, വോട്ടേഴ്സ് ID വേണം, ആധാർ മാത്രം പോരാ. അല്ലെങ്കിൽ പാസ്പോർട്ട് മതി. വോട്ടേഴ്സ് IDയോ പാസ്പോർട്ടോ വേണം. നമ്മള് പോയ ബോർഡറിലും അങ്ങ് അകത്തോട്ട്, ആ 9 കിലോമീറ്റർ കഴിഞ്ഞ് അകത്തോട്ട് കയറി പോകണമെങ്കിൽ അവിടെയും വോട്ടർ ID അല്ലെ പാസ്പോർട്ട് വേണം. എനിക്ക് അവിടെ ടോളിന്ന് അവരിറങ്ങി വന്ന് ഷെയ്ക്കാൻഡൊക്കെ തന്നു. ടോളിലൊരു ചേച്ചി ആയിരുന്നു, ലേഡി ആയിരുന്നു തന്നെ. എനിക്ക് ഇറങ്ങി വന്ന് ഷെയ്ക്കാൻഡൊക്കെ തന്നു. അതെ, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞു, ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞു പോയി. കൊയ്ത്ത് മെഷീനാ, ട്രാക്ടറെ കൊണ്ടുപോകുന്നത്. അപ്പൊ സഫാരിക്ക് ഇന്ന് പോകണമെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ടിക്കറ്റ് എടുക്കണം. അവിടെ ഓഫ്ലൈൻ ആയിട്ട് തലേ ദിവസം ഒരു 6 മണി, വൈകുന്നേരം 6 മണി ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവും. അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ ഒറിജിനൽ ID കാർഡ് കൊണ്ടുപോകണം. പിന്നെ എല്ലാത്തിന്റെ പോകുന്നവരുടെ എല്ലാം ID കാർഡിന്റെ കോപ്പി എടുക്കണം. കോപ്പി എടുത്തോണ്ടേ കൗണ്ടറിൽ കൊടുത്താൽ മതി. അപ്പൊ അവര് സ്ലോട്ട് അനുസരിച്ച് നമുക്ക് തരും. നമ്മളെ പെഞ്ച് ടൈഗർ റിസർവിലെ ചാർജ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. അവിടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ 6000 രൂപയായി. അതും അവധി ദിവസം അല്ലാത്തതുകൊണ്ട്. അവധി ദിവസം ആണെങ്കിൽ 8000 രൂപ ആവും. അത് വെച്ച് നോക്കുമ്പോ ഇതെന്താ, അതെ, ഒരാൾക്ക് 250 രൂപ വെച്ച് അത്രേ ഉള്ളൂ. അതല്ലേ നല്ല വനോ, നല്ല വനോ. നീ മൃഗങ്ങളെ കണ്ടില്ലേലും നല്ല കാണാൻ, അതിൽ യാത്ര ചെയ്യാനൊരു പ്രത്യേക രാവിലെ. അതില് ബെഞ്ചില് ഇവിടെ ഗൈഡിന് 350 രൂപയല്ലേ, അവിടെ ഗൈഡിന് 800 രൂപ ചാർജ്, വണ്ടിക്ക് 3000 രൂപ, പിന്നെ ബാക്കി ടിക്കറ്റും. അങ്ങനെ നമുക്ക് 6000 ആയിരുന്നു. ഇത് അങ്ങ് അപ്പ് ആൻഡ് ഡൗൺ 35 കിലോമീറ്റർ നമ്മള് വനത്തിനകത്തൂടെ സഞ്ചരിക്കുന്നുണ്ട്. എത്ര നദിയാണല്ലേ, 1 കിലോമീറ്ററിനകത്ത് 2-3 നദികൾ ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മള്. എന്താണേലും വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല ഇവിടെ. വേനൽക്കാലത്താണേലും ഒരു ക്ഷാമവും ഇല്ല. നല്ല തേയിലത്തോട്ടം. ആ സൈഡിലെ തേയിലയെല്ലാം വെട്ടിവിട്ടേക്കുക. ജൽപൈഗുരി 62, സിലിഗുരി 113, കൊൽക്കത്ത 668 കിലോമീറ്റർ. ഇത് ബീർപ്പാറ എന്ന് പറഞ്ഞ ടൗണാണ്, ബീർപ്പാറ. ഇവിടെ നേപ്പാൾ വണ്ടിയാ കിടക്കുന്ന എല്ലാം. ഇതുണ്ടോ, നേപ്പാൾ വണ്ടികളെല്ലാം ഇവിടെ വന്ന പണികളൊക്കെ ചെയ്യും. നേപ്പാളല്ല, ഭൂട്ടാൻ. പറഞ്ഞ മാറിപ്പോയി. ഭൂട്ടാൻ വണ്ടിയല്ലേ. വേണ്ട, ഭാരതൻസിന്റെ ഒരു വണ്ടി ഭൂട്ടാനത്. എല്ലാം മൊത്തം പൊളിച്ചിട്ടേക്കാണ്. ഇവിടെ അല്ലാതെ തേയില ഉണങ്ങി നിൽക്കുവാ. അല്ലല്ല, അത് വെട്ടി നിർത്തിയേക്കുന്നല്ലേ. പക്ഷെ കണ്ടാ ഉണങ്ങിയ പോലെ തോന്നൂല. അല്ല, വെട്ടി നിർത്തിയേക്കുന്ന നല്ല അടിപൊളി തേയിലത്തോട്ടം, മൊത്തം നിരപ്പാ. ഇവിടുത്തെ തേയിലക്കകത്ത് നിറയെ മരങ്ങളാണ്. നമ്മുടെ അവിടെ അങ്ങനെ ഇല്ലല്ലോ. നമ്മളവിടെ ഇപ്പോഴും ഏതാണ്ടൊക്കെ മരങ്ങൾ വെച്ചിട്ടുണ്ട്. കമുകൊക്കെ ഉണ്ട്. കമുകുണ്ട് ചിലടത്ത്. കണിക്കുന്നൊക്കെ താമസിച്ചാണല്ലോ പൂത്ത്. ഇവിടുന്ന് നമുക്ക് ഹൈവേ ഇറങ്ങി വേറൊരു റൂട്ടിൽ കൂടെ അങ്ങ് പോവാം. എപ്പോഴും നമ്മൾ ഹൈവേ കൂടെ അല്ലേ പോന്നെ. അതെ, റൂട്ട് മാറ്റി പിടിക്കാം. ലത്താഗുരി 57 കിലോമീറ്റർ, മാൽബസാർ 49, സെവോക്ക് 81, സിലിഗുരി 103, ഗാൻഡോക്ക് 173, ജലോങ് 57 കിലോമീറ്റർ. ഇതുവഴി പോയല്ലേ നമ്മളപ്പോ സിലിഗുരിയിലേക്ക് തന്നെ ഇല്ലല്ലോ അല്ലേ? സിലിഗുരിയിലേക്കും പോവാം. നോക്കി, വേസ്റ്റ് കൊണ്ട് ഇട്ടേക്കുന്നത്. ഇത്രയും നല്ല സ്ഥലത്ത് എന്ത് വേസ്റ്റാണ്. തേയിലക്കകത്ത് ഇഷ്ടംപോലെ പണിക്കാറുണ്ട്. എല്ലാവരും സൈക്കിളല്ല വരുന്നത്. അതുകൊണ്ട് എത്ര സൈക്കിളായിരിക്കുന്നത് നോക്കി. ഇതേ കട്ട് ചെയ്ത് വിടുന്നേ, പുതിയത് തളുത്ത് വരാൻ വേണ്ടിയിട്ട്. ഡബിൾ ലൈൻ ആണെങ്കിലും നല്ല റോഡാണ്. അതൊരു സ്കൂളാണ്, 73 തുടങ്ങിയ സ്കൂളാണ്. ബന്നാർഹട്ട് പോലീസ് സ്റ്റേഷൻ. ബിന്നാഗുരി എന്ന് പറഞ്ഞ സ്ഥലമാണ്, ബിന്നാഗുരി. ഈ കിടക്കുന്ന എല്ലാം ഭൂട്ടാൻ വണ്ടികളാണ് 2 സൈഡിലും. ഈ തേയിലക്കകത്ത് മരങ്ങളൊന്നുമില്ല അധികം. ഇവിടെ തേയിലത്തോട്ടം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ബംഗാൾ. ഇവിടെയും ആസാമിലും എല്ലാം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ആസാം പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം ഇതല്ലേ. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുള്ള നല്ല തേയിലത്തോട്ടം. ആസാമിലും ബംഗാളിലും അരുണാചലിലും മേഘാലയയിലും ഒക്കെ തേയില കൃഷിയുണ്ട്. കൂടുതലും ആസാമിലായിരിക്കും. നല്ലൊരു റൂട്ടാണ് കേട്ടോ ഇത്. ഈ മരം കണ്ടോ, ഈ പൂ നല്ല രസമുണ്ട്. ഇപ്പൊ ഈ മരം പൂക്കുന്ന സമയമാണ്. ബന്നാർഹട്ട്.
മുത്തിനെ കണ്ടോണ്ട് ഓടി വന്നായിരുന്നു. अभी मेघालय से है। हाँ। YouTube। അവിടെ ഇരിക്കുന്ന ഫോട്ടോ കിച്ചോ ഫോട്ടോ. ദീദിമാരൊക്കെ നോക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ബൈ ബൈ. ഓക്കെ ഓക്കെ. ബനാർഘട്ട ബനാർഘട്ട റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താ. എവിടെ നോക്കിയാലും ഈ പൂവേ ഉള്ളു. ഇപ്പൊ നോക്കി ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന കാറ്റാടി മരം അല്ലേ? കാറ്റാടിയാ. അവിടെ തേയിലയ്ക്ക് മരുന്നടിക്കുന്നുണ്ടായിരുന്നു, തകർത്തെടുത്ത് അടിക്കുന്നുണ്ട്. ഇതിനകത്ത് നട്ടേക്കുന്ന വേറെ മരവാ. ലക്കിപ്പാര. എല്ലാം ഇങ്ങനെ പാര കൂട്ടിയ സ്ഥലക്കാര്. അച്ഛമ്മേ, നമ്മളെ വീട്ടിൽ നിന്ന് പോന്നിട്ട് എത്ര ദിവസമായെന്ന് അറിയാവോ? ദിവസം ഡേറ്റ് ഒന്നും അറിയത്തില്ലല്ലേ? ഒന്നും അറിയത്തില്ല. 21 ദിവസമായിരുന്നു. അല്ല, 21 ദിവസമായി. ഉറക്കക്ഷീണായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി നേരം പോയെന്ന് മയങ്ങി. ദിവസം ഒന്നും അറിയത്തില്ല. അതെ, അത് ലോറിയെ നമ്മൾ വരുമ്പോഴും അങ്ങനെ തന്നെയാ. ദിവസം ഒന്നും അറിയത്തില്ല, ഇരിക്കുക. അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് പോന്നപ്പം പൊന്നും കുഞ്ഞിക്കണ്ണും വെച്ച് ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. മേഘാലയൊക്കെ കറങ്ങിയിട്ട് സൂര്യ തിരിച്ചുപോയി, കൂടെ സച്ചുവും തിരിച്ചുപോയി. പിന്നെ ബാക്കി നമ്മൾ 7 പേരേ ഉള്ളൂ. അതെ, 66 ആകാശം മേഘാലയയിലുണ്ട്. മേഘാലയയിൽ കിടക്കുകയാണ്. ലോഡൊന്നും സെറ്റ് ആയില്ല ഇതുവരെ. അപ്പൊ ആകാശിനെ കൂട്ടാൻ എന്നാന്ന് വെച്ചാൽ വണ്ടി ലോഡ് സെറ്റ് ആവുകയാണെ ഒന്ന് ലോഡ് ഇറക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് ലോഡ് സെറ്റ് ആവുകയാണെങ്കിൽ ലോഡ് കയറ്റാനൊക്കെ പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ആകാശിനെ അവിടെ നിർത്തിയത്. പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. റിവർ ഡയാന. ഓ, ഡയാന റിവർ ആണോ ഇത്? ഡയാന ബ്രിഡ്ജും ആണ് നമ്മൾ കയറാൻ പോകുന്നത്. താങ്ക് യു. വിസിറ്റ് അഗൈൻ ബന്നാർഘട്ട് പഞ്ചായത്ത് സമിതി. ഡയാന നദി വലിയ നദിയാണല്ലോ. ഈ നദികളെല്ലാം ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികളാവും. അത് ഈ കല്ല് കാണുമ്പോഴേ അറിയത്തില്ല ഇതുണ്ട്. മണ്ണും കല്ലിന്റെ മണ്ണും കളർ നോക്കുമ്പോൾ അറിയാം. വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു. മഴയൊക്കെ പെയ്ത് വെള്ളം വരുന്നുണ്ട്, കലക്ക വെള്ളം. അവിടെ എല്ലാം മഴയായിരുന്നു. ഒരു മാസം കൂടെ കഴിയട്ടെ. അല്ല, ഭൂട്ടാനിൽ മഴയായിരുന്നല്ലോ. ഈ സൈഡ് ഭൂട്ടാനാ, റൈറ്റ് സൈഡ്. ആ സൈഡിലേക്ക് ഹിമാലയവാ, ഹിമാലയ പർവ്വതം. ആ, ശരിയാട്ടോ. ഭൂട്ടാനായിരിക്കും അത്. ഭൂട്ടാനാ. നമ്മള് തേക്കും കൂപ്പി കയറിയ വന്നു. 2 സൈഡും തേക്ക് വെച്ച് പിടിപ്പിച്ചേക്ക. ഇതുണ്ടോ, വണ്ണമുള്ള നല്ല ഹൈറ്റ് ഉള്ള തേക്കാ. നമ്മളെ നോർത്തിലോട്ടൊക്കെ പോകുമ്പോ ഇത്രയും വണ്ണമുള്ള തേക്ക് കാണത്തില്ലല്ലോ. പൊക്കവും കുറവായിരിക്കും, ചെറിയ തേക്കായിരിക്കും അവിടെ. ഈ സൈഡ് വനമാ കേട്ടോ ഇത്. അവിടെ നല്ല മറ്റേ റൈനോ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടോ നോക്കി. ഇവിടെ ഇതേ ആനയൊക്കെ ഉണ്ട്. എലിഫന്റ് ക്രോസിംഗ്. ഈ നദിയെ നമ്മുടെ ഭൂട്ടാനിൽ നിന്ന് വരുന്ന നദിയാ ഇത്. നദി ഇവിടെ നിന്ന് ഒഴുകി മറ്റേ ജൽദാക്ക നദിയില്ലേ, ആ നദിയിലേക്ക് ചെന്ന് ചേരും. ഇവിടെ ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്, ഡയാന ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞുണ്ട്. അപ്പം ഡയാന എന്ന് പറഞ്ഞ എല്ലാം ഉണ്ടല്ലോ. അതെ, പണ്ട് ബ്രിട്ടീഷുകാരിലെ ഇവിടെ വന്ന് തേയില കൃഷിയൊക്കെ തുടങ്ങിയത്. രാജകുമാരിയുടെ പേരായിരിക്കും ആയിരിക്കും. അത് തന്നെയല്ല, ഇവിടെ ഉള്ള ഈ തേയിലത്തോട്ടം എല്ലാം വലിയ വലിയ എസ്റ്റേറ്റുകളാണ്, ചെറുതൊന്നുമല്ല, വലുത്. ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട്. പക്ഷെ നമ്മള് ഹൈവേ വഴി പോകുമ്പം ആദ്യമൊക്കെ ഞാൻ ഓർത്ത് ബംഗാളിലെ തേയിലത്തോട്ടം ഒന്നും ഇല്ലെന്ന് ഓർത്തെ. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോഴാണ് അവിടെ തേയിലത്തോട്ടം കാണുന്നത്. പക്ഷെ ഉള്ളിലേക്ക് ഒത്തിരി ഉണ്ട് തേയിലത്തോട്ടം. കുജി ഡയാന ബ്രിഡ്ജ്. അപ്പൊ ഈ നദിയുടെ പേരും കുജി ഡയാന എന്നാ. കുജി കുജി. പക്ഷെ എത്ര നദികളുണ്ടല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ എത്ര നദി ക്രോസ് ചെയ്തു. നക്ക ചെക്കിംഗ്, നഗരക്കാട്ട പോലീസ് സ്റ്റേഷൻ, ജൽപൈഗുരി ഡിസ്ട്രിക്ട് പോലീസ്. കൊളന്ത് കൊണ്ടുവന്നുണ്ടോ പിക്കപ്പില്. കുടയുണ്ടല്ലോ എല്ലാവർക്കും. സാധാരണ കൂടെയാണല്ലോ. സാധാരണ കൂടെ തന്നെയാണ്. പക്ഷെ അത് തല ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എനിക്കതെ മഴ ഇടയ്ക്ക് ചാറിയായിരിക്കും, അതായിരിക്കും. അതിന് വെയിലുള്ളതാണോ? വെയിലും മോശമല്ല, നല്ല ചൂടുണ്ട്. വെളുപ്പിനെ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പൊ ചൂടിന് ഒരു കുറവില്ല, നല്ല ചൂടും ആവിയുണ്ട്. ഇതിനിടയ്ക്കെല്ലാം മരം ഉള്ളതുകൊണ്ട് തണലുണ്ട് ഇവർക്ക്. ഇതുണ്ട് അവിടെ ഇങ്ങനെ നീളത്തിൽ വരി വരിയായിട്ട് നിന്ന് തേയില കൊളുന്തെടുക്കുന്ന അങ്ങ് വരെ ഉണ്ട്. അടുത്ത നദി. അപ്പൊ ഇവിടുന്ന് 14 കിലോമീറ്ററേ ഉള്ളൂ ഭൂട്ടാന്റെ വേറൊരു ബോർഡറിലേക്ക്. വെൽക്കം ടു നഗരക്കാട്ട പ്രൊജക്ട് സ്വാസ്റ്റിക് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, BROയുടെ റോഡാണ്. ബൈക്ക് റൈഡേഴ്സിൻ്റെ എന്താ പരിപാടിയാണല്ലോ. അല്ല, ഒരു കമ്പനിയുടെ പരസ്യം കേട്ടോ ബൈക്കിൻ്റെ. ജവഹർ നവോദയ വിദ്യാലയം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഭൂട്ടാനിലേക്ക് കയറാൻ ഒരുപാട് ബോർഡറുകളുണ്ട്. അതെ അതെ.
നമ്മളിപ്പോൾ ആദ്യം അവിടെ ഒരു ആസാമിൽ നിന്നുള്ള ബോർഡറിൽ കയറി, അത് കഴിഞ്ഞ് ജയ്ഗോന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ബോർഡർ ഉണ്ട്. ഇപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു ബോർഡർ ഉണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഓടിക്കഴിഞ്ഞാൽ നേപ്പാളിലേക്കും പോകറാം, ബംഗാളിൽ നിന്ന് തന്നെ. വെൽക്കം ടു സുൽക്കാപ്പാറ ടോൾ പ്ലാസ. ഇവിടുത്തെ എസ് ലോറികളുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. കഴിഞ്ഞ ദിവസത്തെ പോലെ സൈക്കിളെ വിറകം കൊണ്ട് പോകുന്നു. നമ്മുടെ മെയിൻ ലക്ഷ്യം ഗാംഗ്ടോക്കിലേക്കാണ്. ഇനി 138 കിലോമീറ്ററൂടെ. പക്ഷെ നമ്മള് ഡയറക്റ്റ് ഇപ്പം ഗാംഗ്ടോക്കിലേക്ക് പോകുന്നില്ല. പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ പോകണ്ടേ? ഡാർജിലിംഗ് പോകണ്ടേ? ഡാർജിലിംഗ് പോകണം. ഒത്താ നമുക്ക് ഈ പാനിട്ടാക്കി വഴി നേപ്പാൾ ബോർഡറിൽ നേപ്പാളും കൂടെ കാണാമല്ലോ. കറങ്ങി അതെ, എന്നിട്ട് പിന്നെ വന്നിട്ട് ഡാർജിലിംഗ് ഒക്കെ പോവാം. അല്ല, സിക്കിം പോവാം. സിക്കിം പോവാം. ജൽദാക്ക ബ്രിഡ്ജ്. അപ്പൊ ഇതാണ് ജൽദാക്ക റിവറും. പഴയ പാലം കണ്ടോ, മൊത്തം പൊളിഞ്ഞു പോയി. തൂണ് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വെള്ളമുണ്ട്, ഒരുവിധം ഒഴുക്കുണ്ട് നല്ല. വീണ്ടും വനത്തിലേക്ക് കയറി നമ്മള്. ലെഫ്റ്റ് സൈഡ് വനമാണെന്ന് തോന്നുന്നു. ഡയാന ഫോറസ്റ്റ് ആണോ അല്ലേ? ആനിമൽ ക്രോസിംഗ് മയിലും ഉണ്ട്. ചപ്രമാരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗം ഇതെല്ലാം. വനം ഇഷ്ടം പോലെ ബംഗാളിലല്ലേ. പുലിയൊക്കെ ഉണ്ട് അവിടെ. ബോർഡുണ്ടായിരുന്നു. ആനയൊക്കെ ഉണ്ടോന്ന് നോക്കിയോ, സൈഡിൽ നോക്കി അങ്ങ് പോവാ. രാവിലെ കാണാൻ പറ്റില്ല, ഉച്ചക്കെങ്ങാനും വന്ന് വന്നാലോ. ആനിമൽ ക്രോസിംഗ് സോൺ. സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ, 40 കിലോമീറ്റർ സ്പീഡില്. ഇവിടെ കാട്ടാമൃഗം ഉണ്ടല്ലോ. ഇവിടെ കണ്ടോ, വലിയ പൊക്കമുള്ള മരങ്ങളാ. എല്ലാം ഉണ്ടോന്നോ? ആരൊക്കെയാ? എല്ലാം ഉണ്ട്, എല്ലാരും ഉണ്ട്. കാട്ടുപൊട്ടനുണ്ട്, കാണ്ടാമൃഗമുണ്ട്, ആനയുണ്ട്, മയിലുണ്ട്, പുലിയുണ്ട്. സെവോക്ക്, സിലിഗുരി, ജലോങ്, ബിന്ദു 33 കിലോമീറ്റർ. ആ ബിന്ദു ഇവിടെയാണോ? അതെ, ഇന്നാണ് നമ്മൾ വേറെ ബിന്ദുവിനെ, ബിജുവിനെ, സിജുവിനെ ഒക്കെ കണ്ടായിരുന്നു. വെൽക്കം ടു വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഇവിടെ മൊത്തം വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉള്ളല്ലോ. മാൽ ബസാർ നേരെ. ഇവിടെ ഗുരുമാര നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. ഇതെല്ലാം അടുത്തടുത്ത് ഓരോ പേരാ അല്ലേ? വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വനം തന്നെ. ബംഗാൾ എന്റെ വനമല്ലേ. രാവിലെ ജൽദാപാര നാഷണൽ പാർക്ക്, ഇപ്പൊ ചമ്പാരി വൈൽഡ് ലൈഫ് സാഞ്ചുറി, അത് കഴിഞ്ഞപ്പം ഗുരുമാര നാഷണൽ പാർക്ക്, ഫുള്ള് വനം. അതെ, അത് ശരിക്കുമേ നമ്മൾ ഹൈവേ കൂടെ പോയാൽ ഇത് ഇത്രയും മനസ്സിലാവുകയല്ല. ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ അത് നല്ല അടിപൊളി വനമാണ്, നമ്മുടെ നാട്ടിലെ പോലെ. കേരളത്തിലെ വനം പോലെ വലിയ മരങ്ങളും. വലിയ മരം. രാമൻകുട്ടി ഏതാരാ പോന്നെ നോക്കി. കൊരങ്ങന്മാരില്ല. ഒരു ഗുരുമാര നാഷണൽ പാർക്ക്, പനിച്ചോര ബസ്തി, ജയ്ഗോൺ, ഹസിമാര, മഡാരിഹട്ട്, ബീർപ്പാര എല്ലാം പ്രൈവറ്റ് ബസ്സാണ്. മൂർത്തി ബ്രിഡ്ജ്. എത്ര നദികളല്ലേ. മൂർത്തി നദിയിൽ നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ കാണാൻ എന്നാ രസം നോക്കിയേ. ബാഗ്ദോഗ്ര 71 കിലോമീറ്റർ. അവിടെയാണ് വന്ന് കുഞ്ഞിക്കണ്ടം വന്ന എയർപോർട്ട്. അത് ഈ ഗാംഗ്ടോക്കിന് ദൂരം കൂടുവാണ്. കുറച്ച് മുന്നേ വരെ 132 ആണോ? അത് ചെറിയ വ്യത്യാസമൊക്കെ വരും. പലയിടത്ത് എഴുതി വെച്ചേക്കുന്നത് അതൊന്നും കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. ഇതുണ്ടോ ഇവിടുത്തെ ട്രിപ്പ് വണ്ടികളുണ്ടോ? ക്യാമ്പ്ര. ഇതിനകത്ത് എത്ര പേരും ലോഡ് വന്നു നോക്കി. ഇവിടെ എല്ലാം ഈ മഹേന്ദ്രയുടെ വണ്ടികളാണ് ട്രിപ്പ് വഹിക്കുന്നത്. ഈ ടൗണുകളെല്ലാം മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. ചൽസ എന്ന് പറഞ്ഞ സ്ഥലമായത്. ചൽസ. ഒരു വാഗ നിൽക്കുന്നുണ്ടോ, ചെറിയൊരു വാഗ. കുർത്തി ബ്രിഡ്ജ്. ബ്രിഡ്ജ്. ഈ സൈഡ് മഴ പെയ്തില്ല, നല്ല തെളിഞ്ഞ വെള്ളം. എല്ലാം ഹിമാലയത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ ഗുരുമാര നാഷണൽ പാർക്കും ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗം ഉണ്ട് ഇഷ്ടം പോലെ. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നാഷണൽ പാർക്കാണ്. പിന്നെ അതല്ലാണ്ട് കടുവയല്ല, പുലിയുണ്ട്, മറ്റേ കാട്ടുപോത്തുണ്ട്, അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കടുവയില്ല. ഇവിടെ അല്ലേ പുലിയാ പിന്നെയുള്ള, പുള്ളിപ്പുലിയാ പിന്നെയുള്ള. പിന്നെ ഈ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന വനങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് മനുഷ്യന്മാരുടെ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കാണത്തില്ല, ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ ഇപ്പോൾ അവിടെയുള്ള ട്രൈബൽസിന് പോയി ഇപ്പം വിറക് പെറുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ. പക്ഷെ നാഷണൽ പാർക്കുകളിൽ അതൊന്നും പറ്റത്തില്ല. അവിടെ ലാൻഡും പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ മൃഗങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറി വരുമ്പോൾ വൈൽഡ് ലൈഫ് സാഞ്ചുറികളിൽ ഓരോ മൃഗങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ അതല്ലാണ്ട് ഈ ഇപ്പം
പെരിയ ടൈഗർ റിസർവിലെ ടൈഗർ ഇപ്പം കടുവേനെ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ലിമിറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഇപ്പം വിറകൊക്കെ എടുക്കാൻ വേണ്ടി കയറാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. വെൽക്കം മാൽ ബസാർ. മാൽ ബ്രിഡ്ജ്, ഇത് മാൽ റിവർ ആയിരിക്കും. ഇതുണ്ടോ എസ് ലോറികൾ കിടക്കുന്നുണ്ടോ? എല്ലാം ഒരേപോലെ. മാൽ ബസാർ മുനിസിപ്പാലിറ്റിയാണ്. ഇതെല്ലാം മാൽ ബസാറിൻ്റെ ഭാഗങ്ങളാണ്. മാൽ ബസാർ ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ. പ്രൈവറ്റ് ബസ്സുകൾ കൂടുതലും. ഇപ്പൊ തണലുള്ള എവിടെയെങ്കിലും ഒതുക്കിക്കോ, കഴിച്ചിട്ട് പോവാം. ഇന്നലെ വെച്ച നല്ല ബീൻസ് തോരൻ ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഇച്ചിരി ചിക്കൻ കറി ഇരിപ്പുണ്ട്, നമുക്ക് വേണേൽ ചിക്കൻ കറി ആയിട്ട് കൂട്ടാം. എന്നിട്ട് മുട്ട പൊരിക്കാം. മുട്ട കുറച്ചിരിപ്പുണ്ട്, നാടൻ മുട്ട മേടിച്ചിട്ടുണ്ട്. അതെ, നിങ്ങൾ റെഗുലർ വ്യൂവേഴ്സ് ആണ്. അതുപോലെ തന്നെ എൻ്റെ വൈഫ് സ്ഥിരമായിട്ട് നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും കാണും. ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞേരെ. തീർച്ചയായിട്ടും. എവിടെ വീട്? എവിടെ? നാട്ടിൽ? വീട് വയനാട്ടിലാണ്. വയനാട്. ബാംഗ്ലൂരാണ് ഞങ്ങളുടെ വീട്ടിൽ. ബാംഗ്ലൂർ. ഓക്കെ ഓക്കെ. പേരെങ്ങനെ? എൻ്റെ പേര് സിബി അലക്സ്. സൂരജ്. ചോറുണ്ടോ നിങ്ങള്? ഊണ് കഴിച്ചോ? ഫാമിലി, ഞങ്ങളുടെ എല്ലാ ഫാമിലി എല്ലാവരും അമ്മയോട് എല്ലാവരും പരിചയക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ കേരളം മുഴുവനായി, ലോകം മുഴുവനായി. അതെ അതെ. ഇനി എത്ര ദിവസം ഉണ്ടാവും? ഞങ്ങളിനി ഒരു 2 ആഴ്ച കൂടെയെങ്കിലും കാണും. അപ്പോൾ നമുക്ക് പഴയങ്കഞ്ഞി മാത്രമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അവരോട് ഊണ് കഴിക്കാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പഴയങ്കഞ്ഞി ഉള്ളെന്ന് പറഞ്ഞു. അല്ല, അവര് ഫുഡൊക്കെ അവിടെ മറ്റേ മാൽ ബസാറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചിക്കൻ കറി ഉണ്ടല്ലോ, ഈ ട്രിപ്പിലെ ഇതുവരെ വെച്ചതിൽ ഏറ്റവും നല്ല ചിക്കൻ കറി ഇതാ. അപ്പൊ ഇന്ന് ചോറിന് ബീൻസ് തോരൻ, മുട്ട പൊരിച്ചത്, അച്ചാറ്. ചോറിനല്ല, പഴയങ്കഞ്ഞിക്ക്. കഞ്ഞിക്ക് പഴയങ്കഞ്ഞി. കുറച്ച് തൈരും മുളകും കൂടെ വേണ്ടായിരുന്നു കഞ്ഞിക്ക്. പച്ചമുളക് തന്നാലും മതി. ഡാർജിലിംഗ്, ബാഗ്ഡോഗ്ര, ഗാംടോക്ക്, കലിംപോങ്, സിലിഗുരി, സെവോക്ക്. അല്ലേ? അത് കണ്ടോ മരുന്നടിക്കുന്നത് അതിലേക്ക്? എത്ര പേരാന്ന് നോക്കിയേ, മോട്ടോർ വെച്ച് അടിക്കുന്നത്. വേണ്ട, അത് മരുന്നാ. എന്നാ മണോ, ഭയങ്കര സ്മെല്ല്. ഇവിടുത്തെ വീടുകളുണ്ടോ എല്ലാം ഷീറ്റാ കേട്ടോ, ടിൻ ഷീറ്റാ. ഇത് ഒരു വലിയ നദിയാണല്ലോ. നമ്മളെ കേരളം പോലെ തന്നെ ഇഷ്ടംപോലെ തൊട്ട് ടൗണുകളാണ്. എല്ലായിടത്തും നല്ല തിരക്കുമുണ്ട്. അതിപ്പോ ഈ വെസ്റ്റ് ബംഗാളും അതെ, നമ്മുടെ ആസാമും ഒക്കെ അങ്ങനെ. ആസാമും UP ഒക്കെ അതെ, പോപ്പുലേഷൻ കൂടുതലുണ്ട് ഇവിടെ എല്ലാം. അതേസമയം നമ്മൾ മേഘാലയയിലൊക്കെ ചെന്നപ്പോ കണ്ടില്ലേ, മനുഷ്യരെ കാണാനില്ല. ലഡാക്കിൽ ചെന്നപ്പോഴും അതുപോലെ. ഇതേ തീസ്റ്റാ റിവറാ. അതാ വലിയ നദിയാ അത്. മണല് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്നല്ല. ഇതുണ്ടോ മണല് വരുന്നുണ്ടല്ലേ, കുഴിച്ചു വാരി. നദിയുടെ തീരത്ത് തന്നെ ഉണ്ടോ ക്രഷർ യൂണിറ്റ് ഉണ്ട്. നദിയിൽ നിന്ന് നേരെ വാരി അങ്ങോട്ട് ഇട്ട് പൊടിച്ചാൽ മതിയല്ലോ കല്ല്. ഇതുണ്ടോ ഈ കച്ചവടത്തിന് വരുന്നവരാന്ന് തോന്നുന്നല്ലേ, ടെന്റ് അടിച്ച് താമസിക്കുന്നത്. കച്ചവടക്കാരാ, MH വണ്ടി കേട്ടോ, മഹാരാഷ്ട്രക്കാരാ. ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഓതറൈസ്ഡ് വർക്ക്ഷോപ്പാ. ലാവ 66, കലിംപോങ് 67, ഗാംടോക്ക് 169. നമ്മൾ നേരെ പാനിട്ടാക്കി പോവാം. ഡാമിൻകുട്ടിക്ക് ഒരു കരിക്ക് വേണമെന്ന്. ഇതേ റോഡിൽ കൂടെ ട്രെയിൻ വരും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തൊട്ടടുത്തൂടെ റോഡിൽ കൂടെ ആണെന്ന് പറഞ്ഞു. കരിക്ക് നല്ല കരിക്കായിരുന്നു, ഇവിടുത്തെ തന്നെ ലോക്കൽ കരിക്കാന്നാ പറഞ്ഞത്. നല്ല മഴക്കാറുണ്ട് ആ മലമ്പ്രദേശം. ആ സൈഡ് മൊത്തം നല്ല മൂടലാണ്. ഒരു ടോട്ടോക്കാരൻ നിർത്തിയിട്ടേ, ചേട്ടാ കേരള ആണോന്ന് ചോദിച്ചു. ആ ഓട്ടോക്കാരൻ കേരളത്തിൽ എവിടെയോ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് ജോലി ചെയ്ത് ഇപ്പൊ പിന്നെ ഓട്ടോ ഒക്കെ എടുത്ത് നാട്ടിൽ കൂടിയേക്കാണ്. ഇതുണ്ടോ ഈ ഒരു നദി കണ്ടോ? ഈ അവിടെ മണലാണോ കൂട്ടി വെച്ചേക്കുന്നേ? മണലും മെറ്റലും എല്ലാം, കല്ലൊക്കെ വരുന്നുണ്ട്. കല്ലുമൊക്കെ കൂടെ കൂട്ടി. ഇതിവിടെ പിന്നെ എളുപ്പമുണ്ട്, കോറിയുടെ ആവശ്യമില്ല. നേരെ ഇത് വാരി കൃഷ്ണയിലേക്ക് ഇട്ടാ പോരെ. വാഷ് ബാരി ഈ സ്ഥലപ്പേര്. നല്ല റോഡും അല്ലേ ഇവിടെ? നല്ല റോഡ്. ഇങ്ങോട്ടെല്ലാം മലനിരകളാണല്ലോ. ബീർപ്പാര പാനിട്ടാക്കി. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന പാനിട്ടാക്കിയിലേക്കാ, നേപ്പാൾ ബോർഡറിലേക്ക്. തീസ്ത ബസാർ, ബാഗ്ഡോഗ്ര 43, കലിംപോങ് 51, ഗാംടോക്ക്. തീസ്ത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു നദിയാണ്. അപ്പൊ അതിൻ്റെ ആ പേരിൽ തന്നെ ഒരു ബസാറും ഉണ്ട് അവിടെ. ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികളാണ് ഇതെല്ലാം. വെൽക്കം ടു കലിംപോങ് ഡിസ്ട്രിക്ട്. കലിംപോങ് വെസ്റ്റ് ബംഗാളിലെ ഒരു നല്ല ഹിൽ സ്റ്റേഷനാണ്. അതെ, റെയിൽവേ ലൈനാ. അതിന്റെ അടിയിൽ കണ്ടോ പൈപ്പ് പിടിപ്പിച്ചേക്കാം. വെള്ളം വീഴുന്നല്ലേ? ഇതൊരു ചെറിയൊരു നദിയാ. ഗാംടോക്ക് 98 കിലോമീറ്റർ. ഹാത്തി ഇവിടെ ആനയുള്ള സ്ഥലമാ, വനമാ.
റൈറ്റ് ഇത് സൈഡ് പോകാനോ? നേപ്പാളല്ല, അച്ഛനെയൊക്കെ നേപ്പാളാണോ? ബംഗാൾ ബംഗാൾ വെസ്റ്റ് ബംഗാൾ. കുഞ്ഞിക്കിളിയേ, അമ്മ പോയ പിന്നെ അച്ഛക്ക് ഒരു മിണ്ടാട്ടം ഇല്ല അല്ലേ? എന്നാ പറ്റി ചോദിക്കണ്ടേ എന്നാ പറ്റിയെന്ന്? എനിക്കെന്നാ കുഴപ്പമില്ല. സൗണ്ട് ഒന്നും ഇങ്ങനെ വരുന്നില്ല എന്നിട്ട്. ഇത് ഞങ്ങൾക്ക് തോന്നുന്നാണോ അതോ അല്ലേ? ആ പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം. NBSTC NSRTC അല്ലേ വരണ്ടേ? അല്ല, നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നമ്മള് വെസ്റ്റ് ബംഗാളിലല്ലേ? ഇത് നോർത്ത് ബംഗാളിന്റെ ആ വണ്ടി. അതെങ്ങനെയാണെന്നറിയോ? വെസ്റ്റ് ബംഗാളിൽ മൊത്തം അറിയപ്പെടുന്നേ ഈ പിന്നെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ ഓരോ കോർപ്പറേഷനായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. വെസ്റ്റ് ബംഗാള്, നോർത്ത് ബംഗാള്, ഈസ്റ്റ് ബംഗാൾ, അങ്ങനെയൊക്കെ. ഇതിപ്പോ നമ്മൾ നല്ലൊരു ഇറങ്ങാം. വനമാ രണ്ട് സൈഡും. ഇങ്ങോട്ട് നോക്കിയേ, തീർച്ചാ നദി. ഇത് എന്ത് വെള്ളമെന്ന് നോക്കിയേ. മഴയല്ലായിരുന്നു ഇവിടെ എല്ലാം. പക്ഷെ അപ്പുറം നമ്മൾ ഒട്ടും വെള്ളം കണ്ടില്ല. അവിടെ കണ്ടില്ല. ഇതേണ്ട ഹൈറ്റ് ബാർ 200 മീറ്റർ അപ്പുറം. നമ്മുടെ വണ്ടി പോകുമെന്ന് തോന്നില്ല കേട്ടോ. ചെറുവണ്ടികളെ ഇതിലേ പോകത്തുള്ളെന്ന് തോന്നുന്നു. പാലം നമ്മുടെ ചെറുവണ്ടിയാ എന്ന് പറഞ്ഞാൽ തീർത്തേറിയ വണ്ടി. 3.5 മീറ്റർ ഹൈറ്റ്, 3.6. ബസ് പോയല്ലോ, ശരിയോ? അപ്പൊ പിന്നെ പോരും. നമ്മളെ വണ്ടി പോരും, കുഴപ്പമില്ല. വരട്ടെ കുഴപ്പമില്ല. ദാമിക്കുട്ടിയെ, ചേട്ടൻ ഇറങ്ങിപ്പോയപ്പോഴേ പാലം കണ്ടപ്പോഴേ ഇങ്ങനെ കുരിഞ്ഞു കൂടി ഇങ്ങനെ ഇരിക്കുക, എന്താല മുട്ടാതെ തലയിടിക്കാൻ. ഇത് നല്ല അടിപൊളി ഒരു റൂട്ടാ എന്നാണ്. അതെ. ദാമി ഇങ്ങോട്ട് നോക്കിയേ, എന്ത് കൊരങ്ങച്ചന്മാരാന്ന് നോക്ക്. എത്ര പേരായിരുന്നു തലേ നോക്കുന്നുണ്ടോ? ആ, പഴമൊക്കെ ആരോ കൊടുത്തിട്ടുണ്ട്. അമ്മയും കുഞ്ഞും. അതെ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എത്ര പേരായിരിക്കുന്നത് നോക്കിയേ. അച്ഛൻ, അമ്മയും കുഞ്ഞുങ്ങളും. ഈ സൈഡേ ഭയങ്കര മലയായത്. ഭയങ്കര മലയാ. ആ മലയെ കൂടെ പോണ്ട, അതിലെ വണ്ടി പോന്നെ കണ്ടോ? അതിലെ വണ്ടി പോന്നെ കണ്ടു. ഇത്ര നേരം നമ്മൾ വന്ന എന്നാ നിരപ്പ് ലെവൽ സ്ഥലത്തൂടാ. എത്ര പെട്ടെന്ന് വഴി മാറിയല്ലേ? അതെ, ഇത് വലിയ മലയാ. അതുണ്ടോ? അതെ, ആ കാണുന്ന പാലം വഴിയാണ് നമുക്ക് പോകേണ്ടത്. തീസ്താ റിവറിന് കുറുകെയുള്ള ഒരു പാലം അത്. ഈ വലിയ ബസ് എല്ലാം പോകുന്ന വഴിയാ കേട്ടോ അത്. ഒരു വണ്ടിക്കാരൻ കൈ കാണിച്ചായിരുന്നു അല്ലേ? നമ്മുടെ അതിലും വലിയ വണ്ടി ആയിരിക്കും എന്ന് ഓർത്താ കൈ കാണിച്ചേ. പോകത്തില്ല, തിരിച്ചു പോകണമെന്ന് കൈ കാണിച്ചു. കുഞ്ഞു വണ്ടിയാ, നമുക്കല്ലേ അറിയാം. വെളിയിൽ നിന്ന് കാണുമ്പോഴേ വലിയ വണ്ടി പോലെ തോന്നും. 10 ടണ്ണാ ഇതിലെ. 10 ടണ്ണ് വരെ അലവുള്ളൂ. എന്താണെങ്കിലും ഇതൊരു അടിപൊളി റൂട്ടായിരുന്നു. കടുവയെ കണ്ടില്ലെന്ന് പറയില്ല. ഇതേ ബംഗാൾ കടുവ. കണ്ടോ ഈ പാലം? കണ്ടോ, ഒരു പ്രത്യേക രീതിയിലുള്ള പാലം കേട്ടോ. കൊറോണേഷൻ ബ്രിഡ്ജ്, അതാ അതിന്റെ പേര്. താഴെ തീസ്താ നദി കലങ്ങി മറിഞ്ഞൊഴുകുന്നു. അത് നല്ല ആഴത്തിലാ കേട്ടോ. അതുകൊണ്ടോ അവിടെയൊക്കെ ഒത്തിരി ഇടിഞ്ഞു പോന്നിട്ടുണ്ടോ? അപ്പറയൊക്കെ അവിടെ എന്തൊക്കെയാ, അവിടെ ടണലുണ്ടെന്ന് തോന്നുന്നു. ടണല് പണിയുവാന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇതിലെ നമുക്ക് ലെഫ്റ്റാ പോകേണ്ടത്. ഇത് കലിംബോങ് ഒക്കെ പോകുന്ന വഴി റൈറ്റിലേക്കാ കേട്ടോ. അപ്പൊ നമുക്ക് സിക്കിം റൈറ്റാ. നമുക്കിപ്പോ ഇവിടെ പോയിട്ട് വരാം, ലെഫ്റ്റിലേക്ക് പോട്ടെ. ടു സിലിഗുരി. ഇതെല്ലാം സിക്കിം പോകുന്ന റൂട്ടാ. റൈറ്റിലേക്ക് പോയാൽ സിക്കിം പോവാം. മാൽബസാർ, ചൽസ. അപ്പൊ നമ്മൾ വന്നില്ലേ ആ വഴിയിലേക്കുള്ള വണ്ടിയാണ്. മാൽബസാറും ചൽസയൊക്കെ നമ്മൾ വന്ന വഴിയാണ്. നമുക്ക് ആ വണ്ടിയിലൊക്കെ കയറ്റിയേക്കുന്ന ലോഡ് കണ്ടോ? അതൊരു അമ്പലോ, ശിവമന്ദിരം. ഷെവോക്ക് എന്നാ ഈ സ്ഥലപ്പേര്. ഷെവോക്ക് ശിവമന്ദിർ. ഉത്തരാഖണ്ഡ്, ഹിമാചലൊക്കെ പോയതുപോലല്ലേ ഇവിടെ കാണാൻ? അതെ, വഴിക്ക് വീതി കുറവ്, മല. തൂക്കുമല. സിലിഗുരി, ഗാൻടോക്ക്. SK വണ്ടികൾ. ഇതെല്ലാം സിക്കിം വണ്ടികളാ. ഇതേ SK1. നമ്മൾ വന്ന മലയാ അത്. അതുണ്ടോ എന്നാ മലയൊന്നും ഉണ്ടോ? കണ്ടോ, സിലിഗുരി ഗാൻടോക്ക് ഓടുന്ന ഒത്തിരി ബസ്സുകളുണ്ട്, ട്രിപ്പ് വെക്കുന്ന ബസ്സുകൾ. എല്ലാം ചെറിയ വണ്ടികളാ. ബസ്സും അല്ലാതെ തന്നെ കാറൊക്കെ ഉണ്ട്. നമ്മൾ ഈ മലയുടെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോവാ, മലയ്ക്ക് ചുറ്റി പോവാ. ഇവിടെ നദിയുടെ വീതി കണ്ടോ? എനിക്ക് തോന്നുന്നു താഴേക്ക് ചെല്ലുമ്പോഴേ നദി പല ഇതായിട്ട് ഒഴുകുന്നതെന്ന് തോന്നുന്നു. അതാ താഴെയൊന്നും അധികം വെള്ളം കാണാൻ. ബ്ലോക്കാണ്. വണ്ടിക്കാരെല്ലാം വെളിയിൽ ഇറങ്ങി നിൽക്കുക. പിന്നെ ഇവിടെ സ്ഥിരമായിരിക്കും, അതുകൊണ്ട് ഇതൊരു പുത്തരിയല്ല. ആ പാലത്തെ കൂടെ ട്രെയിൻ പോകുന്നു. ചിലപ്പോൾ അതുകൊണ്ടാണ് ബ്ലോക്ക്. റെയിൽവേ ക്രോസ് ഉണ്ടായിരിക്കും അവിടെ. അത് കാണും മിക്കവാറും. അതുകൊണ്ടായിരിക്കും ഈ ബ്ലോക്ക്. ട്രെയിൻ അതല്ലല്ലോ, അത് പഴയ ട്രെയിനാ. പഴയ ട്രെയിനാ അത്.
ഇപ്പോഴത്തേതല്ല, ഇത് വല്ലതും അങ്ങോട്ടും വല്ലതും പോകുന്ന ചെറിയ ട്രെയിനും ആ ചെറിയ ട്രെയിനുമാണ്. ഷിംലയ്ക്ക് പോകുന്നതാണോ? അല്ല, ഷിംലയല്ലോ, ആ ഈ ടണലായിരിക്കും അവിടെ സിക്കിമിന് പോകുന്നതായിരിക്കും. ആയിരിക്കും. വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയായി. നമ്മൾ പുറകോട്ട് ഒരുപാട് വണ്ടികളായി. എല്ലാവരും വണ്ടി നിർത്തിയിട്ടേക്കുക. അപ്പോൾ അതെ അവിടുന്ന് വണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രോസ് ഓപ്പൺ ആയി കാണും. അത് റെയിൽവേ ലൈനാണ്. അതിലെ ഇപ്പോൾ 2 ട്രെയിൻ പോയി. ഒരെണ്ണം ഇങ്ങോട്ടും വന്ന് ഒരെണ്ണം അങ്ങോട്ടും പോയി. സെവോക് പോലീസ് പോസ്റ്റ്. ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റ് കയറിയല്ലേ? ആ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റാ. ഡാർജിലിംഗ് ബംഗാളിൽ തന്നെയുള്ള സ്ഥലം തന്നെയാണ്. അപ്പോഴേ ഈ റെയിൽവേ ക്രോസ് അടഞ്ഞു കിടന്നുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ആയിരുന്നേ. സിക്കിം വണ്ടികളാണ് ഇപ്പോൾ എല്ലാം കൂടുതലും കാണുന്നത്. കണ്ടല്ലേ, എല്ലാം സിക്കിം പോകുന്ന വണ്ടികളാണ്. എന്ത് വണ്ടികളാണ് ബാക്കിലേക്ക് കിടക്കുന്നത് നോക്കി. വണ്ടി പോകാൻ തുടങ്ങി. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലാണ് സെവോക് റെയിൽവേ സ്റ്റേഷൻ. സിക്കിമിന് നമ്മൾ കയറിപ്പോയാൽ നല്ല തിരക്കായിരിക്കും. ഇതുകൊണ്ട് ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. സിക്കിമിന് പോകുന്ന ആൾക്കാരാണ് ഈ കാറിലുള്ള എല്ലാം ഇന്നോവയൊക്കെ കാണുന്ന മൊത്തം. മിക്കവാറും മൂന്നാറ് ചെല്ലുന്ന പോലെ ഇരിക്കും. മൂന്നാറിൽ അവധി സമയത്ത് പോകുന്ന പോലെ ഇരിക്കും. അതുപോലെ തിരക്കായിരിക്കും. അതിന് സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സീസൺ ടൈമാണ്, വെക്കേഷനോടല്ലേ. നമുക്കെന്നാ കുറച്ച് ഡീസൽ അടിച്ചോണ്ട് പോയേക്കാം. എല്ലാവരെല്ലാം സബ്സ്ക്രൈബേഴ്സാ കേട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സാ. ഓ താങ്ക് യു. ആന്റീനെ വിളിച്ചപ്പോ ആന്റി അല്ലെന്ന്. ഇത് എവിടെ പോയിട്ട് വന്നാ എല്ലാരും? അതറിയില്ലല്ലോ. ഓക്കെ. നമ്മുടെ ഗ്യാസ് ഒരു കുറ്റി തീർന്നായിരുന്നു. അപ്പൊ ഒരെണ്ണം എടുക്കാൻ നോക്കിയ സാധനം ഉണ്ട്, പക്ഷെ ഇവരത് ഇല്ലാന്നാ പറയുന്നത്. സീല് പൊട്ടിക്കാത്ത 6 സിലിണ്ടർ ഇരിപ്പുണ്ട്. കാലിയാന്നാ പറഞ്ഞാണ് പറയുന്നത്. അതൊക്കെയാണ് ഓരോ സ്ഥലത്തെയും കരിഞ്ചന്തയിൽ വിൽക്കാനുള്ളതായിരിക്കാം. ഇന്ത്യൻ ഓയിലിന്റെ തന്നെ കുറ്റിയാ നമ്മുടെ ഇരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഇതൊക്കെ ഓരോ വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെ. ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് വന്ന് ചോദിക്കുന്നതുകൊണ്ടായിരിക്കും തരാൻ ബുദ്ധിമുട്ട്. എന്തായാലും ആട്ടെ, നമുക്ക് ഒരെണ്ണം കൂടെ സ്പെയർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ അല്ലേ വേറെ ഒരിടത്തും നമ്മൾ മേടിക്കും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് വള്ളി പിടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ പോയേക്കാം. നമ്മൾ ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ട് 5 കിലോ ഗ്യാസേ നമ്മളെ തീർന്നിട്ടുള്ളൂ. അതെ, അങ്ങനല്ല, 5 കിലോയെ തീർക്കാൻ പറ്റുള്ളൂ. നീ ശ്രമിച്ചിരുന്നെങ്കിൽ 10 തീർത്തേനെ. നമ്മള് ലോറിയെ വരുമ്പോഴേ 5 കിലോയും കൊണ്ട് വന്നാ 2 ട്രിപ്പിന് പോയിട്ട് വരും. 2 ട്രിപ്പും അല്ല, ചിലപ്പോൾ അന്നേരം തിരിയല്ല. ഈ വഴി നല്ല തിരക്കുള്ള റൂട്ടാ കേട്ടോ. മിക്കവാറും ഇങ്ങനെയാണ് നമ്മള് സിക്കിം ചെല്ലാൻ ദിവസങ്ങൾ എടുക്കും. അതെ, ഈ റൈറ്റ് സൈഡ് വനമാ. ഇത് സെവോക് ഫോറസ്റ്റാ. സെവോക്. ഈ സെവോക്ക് എന്ന് കേൾക്കുമ്പോഴേ ശരിക്കും ലഡാക്കിലെ ഷെയോക്ക് നദി ഓർമ്മ വരുന്നത്. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോ നോക്കിയേ, പഴയ പോലെ നിരപ്പ് സ്ഥലം. അല്ലെങ്കിലും നമ്മൾ കയറ്റം അധികം കയറിയില്ല, ചെറിയ ഇറക്കം ഇറങ്ങിയുള്ളൂ. ആ മലയുടെ സൈഡിൽ കൂടെ വന്നേ. ഇപ്പൊ മലയൊക്കെ എവിടെ? മലയൊക്കെ മാറി. മലമ്പ്രദേശം ബാക്കിലേക്കാ, എന്ന് പറഞ്ഞാൽ സിക്കിം സൈഡിലേക്ക്. നല്ല നിബിഡ വനമാ. ഇന്നലെ ഇന്നും മൊത്തം ബംഗാളിലെ വനത്തിൽ കൂടെയാണ്. ഈ വനപ്രദേശം എല്ലാവേ നല്ല നീറ്റാ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. മനുഷ്യരില്ലല്ലോ ഇവിടെ, മൃഗങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇത് മഹാനന്ദ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാ. എത്ര സാഞ്ചുറി കൂടെ വന്നു ഇന്ന്? അതെ, 3-4 എണ്ണമായി. ഇവിടെ 40 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. മഴ നല്ല മഴയായി. എന്താണേലും ഈ വെക്കേഷനിലെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. എല്ലാം മഴ ചൂടടിക്കേണ്ടി വന്നില്ല അധികം. അതെ അതെ, അല്ലെ എല്ലാ വെക്കേഷനും നമ്മൾ കരിഞ്ഞാ പോകുന്നത്. അതെ അതെ. സിലിഗുരി 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഈ വഴിക്കൊന്നും, നമ്മൾ ഇന്ന് വന്ന വഴിക്കൊന്നും ലോറിയും കൊണ്ട് വരാൻ പറ്റുകയില്ല. അതെ അതെ, ഈ വണ്ടി ആയതുകൊണ്ട്. ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് എതിലും പോകാൻ പറ്റുന്നത്. നമ്മൾ അതുകൊണ്ടല്ലേ ഈ ലോറിയും കൊണ്ട് വരുമ്പോ കൂടുതലും ഹൈവേ വഴി പോകുന്നത്. ഇതുണ്ടോ, വലിയ ഒരു എലിവേറ്റഡ് ഹൈവേയാ. ഓപ്പൺ ആയിട്ടില്ല, പണി തീർന്നിട്ടില്ല. സിലിഗുരി ടൗണിന്റെ നടുക്കൂടെയാണ് ഇത് പോകുന്നത്. അപ്പം ബ്ലോക്ക് ഇല്ലാതെ പോവാം. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ശാലം ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതുണ്ട്, അതൊരു മൊണാസ്ട്രിയാ ഇവിടുത്തെ. ഇങ്ങോട്ടൊന്നും പണി തീർന്നിട്ടില്ല, തൂണ് വാർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അവിടെ ഒരു മാളുണ്ട്, ഞങ്ങൾ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട്. നല്ലൊരു മാള് കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു, കുറച്ച് നാളായിരുന്നു. അപ്പൊ ഏതൊക്കെയായാലും അവര് പോയി, കുറച്ചു നേരം എടുക്കും. നല്ല മഴയും ഓരോ കടുങ്കാപ്പി കുടിച്ചേക്കാന്ന് വെച്ചു. അതെ, ഓരോ കട്ടൻ മഴ, കട്ടൻ മാഷിന്റെ പാട്ട് വെക്കാനായിട്ട് നെറ്റ് കിട്ടുന്നില്ല. എല്ലാരും TV പാട്ടോടെ വെക്കാൻ. ഇവിടെ നെറ്റുണ്ട്, പക്ഷെ TV കിട്ടുന്നില്ല. എന്നാന്നറിയത്തില്ല. ഇപ്പം സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നു. ഇനി നേരെ നമുക്ക് പോയേക്കാം.
ബാഗ്ദോഗ്ര 4 കിലോമീറ്റർ ഉള്ളൂ ഇവിടുത്തെ എയർപോർട്ട്. പാനിട്ടാക്കി നമുക്ക് പോകണ്ടായി. പാനിട്ടാക്കിൽ നിന്ന് വേണം നമുക്ക് നേപ്പാളിലേക്ക് കയറിപ്പോകാൻ. അപ്പം എയർപോർട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ എല്ലാം ലോറിക്കുണ്ടല്ലോ, പകല് നോ എൻട്രി ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ വരെ വരത്തുള്ളൂ. എലിഫന്റ് ക്രോസിംഗ് ഇവിടെയുണ്ട് ആന. അപ്പം ഞങ്ങൾ ഇവിടെ ഒരിടത്ത് വണ്ടിയൊക്കെ ഒതുക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം, ഉറങ്ങണം. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റുണ്ട്. ഇത്രയും കാലത്തെ യാത്രയ്ക്ക് ഇടയിൽ ഇത്രയും രാവിലെ ഏറ്റവും ഇന്ന്. അതെ, 4 ഇത്ര മണിയായിരുന്നു. രാവിലെ അച്ഛൻ എണീറ്റപ്പോ 5 മണി കഴിഞ്ഞു. ഞാനൊക്കെ 4:30 എണീറ്റു. ഞാൻ 4 മണിക്ക് ഏറ്റു. കോളേജിൽ പഠിക്കുമ്പോ പോലും ഞാൻ 5 മണിക്ക് മുന്നേ എണീറ്റിട്ടില്ല. 10ാം ക്ലാസ്സിലും കണ്ട 4:30 ലാസ്റ്റ് കാണുന്നത്. ഇപ്പഴാ പിന്നെ ഇല്ല പിന്നെ ഉറങ്ങാതിരിക്കുന്നത് കണ്ടിട്ടോ. രാവിലെ എണീക്കുന്ന ആരോഗ്യത്തിന് നല്ലത്. ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന ഒരാളുടെ. കഴിച്ചിട്ട് കിടക്കാം. ഇപ്പൊ കഴിക്കാൻ വല്ലതും ഉണ്ടോ? പിന്നെ കഴിക്കാനുണ്ടല്ലേ, ചിക്കൻ കറി ചൂടാക്കുന്നു, ചോറ് ഇരിപ്പുണ്ട്, ബ്രെഡുണ്ട്. പോരെ? പിന്നെ എടുത്തോ, കഴിച്ചേക്കാം. സമയം 10:30 കഴിഞ്ഞു. എന്നാലും ഫുൾ കോസ്റ്റ്യൂമില്ല. കുളിച്ചിട്ട് നേരെ ഫോർമലൊക്കെ ഇട്ട് വന്നു. അതാണ്. അപ്പോൾ ഇവിടുന്ന് നേപ്പാളിലേക്ക് അധികം ദൂരമില്ല. അപ്പോൾ നാളെ രാവിലെ നമുക്ക് നേപ്പാളിലേക്കൊന്ന് പോകണം. അപ്പോൾ ഇവിടെ നേപ്പാൾ കാണാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നേപ്പാളൊന്ന് കാണിക്കണം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.